ആ രാജീവേട്ടാ, ഞാൻ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു. രാജീവേട്ടാ 2 ദിവസം പണി ഞങ്ങൾക്ക് ഒപ്പിക്കാമോ? ആ മോൾക്കാണെങ്കിൽ സ്കൂൾ വർക്കാറായല്ലോ. ബാഗിന് വാങ്ങിക്കണേ. ഇല്ല അല്ലേ? എന്തൊരു കഷ്ടകാലം മതി. ആ എന്നാ ശരിയാട്ടോ. അച്ഛേ ഒന്നും കുഴപ്പമില്ല അച്ഛേ, ഞാൻ ഈ ബാഗിൽ പിന്നെ കുത്തിക്കൊണ്ട് വെക്കോളാം. നവമി, നീ എങ്ങോട്ട് പോയതാ? അമ്മ ടീച്ചർ വീട്ടിൽ പോയതാടി. നീ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ഒക്കെ വാങ്ങിയോ? പിന്നെ നീ ബാഗ് വാങ്ങിയോടി? ഇല്ല, ഞാൻ പുതിയ ബാഗ് വാങ്ങിയില്ല, പഴയത് തന്നെ ഉപയോഗിക്കണേ. അച്ഛന് പണി കുറവാ. എന്നാ ഞാൻ നിനക്ക് എന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞൊരു ബാഗ് വാങ്ങി തച്ചേ. മറ്റുള്ളവര് വാങ്ങിച്ച സാധനം ഉപയോഗിക്കാൻ അച്ഛക്ക് ഇഷ്ടമല്ല ശ്രീബാലെ. കഴിഞ്ഞ പ്രാവശ്യം നിന്റെ ബാഗില് സിബ് പൊട്ടിയില്ലേ, ആ ബാഗ് തന്നെയാണോ നീ പ്രാവശ്യം കൊണ്ടുവരണേ? അച്ഛൻ അന്വേഷിച്ചു ശ്രീബാലെ, ഞാൻ പോവാ. അമ്മ പീറ്റിയിലുള്ള ആളല്ലേ, അപ്പൊ നമ്മക്ക് ഒരു ബാഗ് വാങ്ങിക്കൊടുക്കമ്മേ. നമുക്ക് അച്ഛനോട് പറഞ്ഞു വെച്ചോ. അത് വേണ്ടമ്മേ, അവളുടെ അച്ഛന് മറ്റുള്ള ആൾക്കാരുടെ നിന്നുള്ള സഹായം ഒന്നും ഇഷ്ടല്ല. അതെയോ? നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? നോക്കാം. കുഞ്ഞാവേ, ശ്രീവാളുടെ അമ്മനു. ആ ചേട്ടാ, ഞങ്ങള് നോമിക്ക് സ്കൂൾ കിറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാ. കഴിഞ്ഞ അധ്യയന വർഷത്തില് നവമിക്ക് ക്ലാസ് ഫസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ അർഹതപ്പെട്ട കുറെ കുട്ടികളുണ്ട്, അവർക്ക് കൊടുത്തു. അപ്പൊ നവമി ക്ലാസ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ഒരു ഭാഗം കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അത് കൊടുക്കാൻ വേണ്ടി വന്നതാട്ടോ. ഞാൻ ഭാഗ്യമല്ലേ, എനിക്ക് പണി കുറവായിരുന്നു. തുള്ളിക്ക് ബാഗ് ഉണ്ടായില്ല, ബാഗ് അതിന് സിപ്പൊക്കെ പോയിരിക്കുന്നു. എന്തായാലും ബാഗ് കിട്ടില്ലോ അല്ലേ? ആ പോയി കാണിച്ചോട്ടാ. ഞാൻ മാത്രല്ല, സ്കൂളിൽ എല്ലാരും കൂടെ കൂടി ചെയ്തതാട്ടോ. തിങ്കളാഴ്ച കാണാട്ടോ.